ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഗോതമ്പ് പുട്ട്, ചെമ്പാ പുട്ട്, കോറപ്പുട്ട്, അതായത് സാധാരണ അരിപ്പൊടി കൊണ്ടുള്ള പുട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കും. ചിലപ്പോൾ നമുക്കിതുപോലെയൊക്കെ കുറച്ച് ബാക്കി വരാറുണ്ട്. പിന്നെ പുട്ട് നോർമലി വൈകിട്ട് കഴിക്കാനൊന്നും നമുക്കത് പറ്റില്ല. അത് കുറച്ച് ഭയങ്കര സോഫ്റ്റ്നെസ് ഒക്കെ അതിൻ്റെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പുട്ട് രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു 1.5 കുറ്റി പുട്ട് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൈകൊണ്ട് നന്നായി ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുക കേട്ടോ. ഞെരടി കൊടുത്തതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരിത്തിരി കടുകും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 പച്ചമുളകും അതുപോലെ ചെറിയൊരു സവോളയും കൂടി ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഗോതമ്പ് മാവിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇതിലേക്ക് സവോളയ്ക്കും പച്ചമുളകിനും ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉപ്പേരി വെച്ചത് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അതായത് ബീൻസോ കൊത്തവരയോ ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാബേജാണ് ഉള്ളത്. അപ്പോൾ ക്യാബേജ് കുറച്ച് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് വെച്ച് തോരൻ വെച്ചതുണ്ടല്ലോ, അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്നത് നമുക്ക് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ വേറെ എന്ത് വെജിറ്റബിൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപ്പേരി വെച്ചതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതാ ഇതുപോലെ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് പുട്ട് നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. അതായത് ഈ ഒരു പുട്ട് നല്ലോണം തണുത്തിരിക്കുന്നതാണല്ലോ, അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണ വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കൂർക്ക ഉപ്പേരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ചിട്ടോ, അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കഴിക്കാനാണെങ്കിൽ സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഇടയിൽ ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ഉപ്പേരിയൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒന്നും വേണ്ടി വരില്ല. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഗോതമ്പ് പുട്ടാണ് ആക്കുന്നത്. ഇതുപോലെ ഏതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ അരിപ്പുട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുട്ട് ബാലൻസ് വന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയുടെ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നോർമലായിട്ട് ഉപ്പും പിന്നെ ഞാൻ ചൂടുവെള്ളം യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും ഞാൻ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ നൂൽപുട്ടിനൊക്കെ മാവ് വാട്ടുന്ന രീതിയിൽ തന്നെ പൊടിയിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു സ്പൂൺ യൂസ് ചെയ്ത് നന്നായി ഇളക്കി കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചപ്പാത്തി കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 ചപ്പാത്തിയുടെ വലുപ്പത്തുള്ള ബോളാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ നോർമലായിട്ട് ഒരു ചപ്പാത്തിക്ക് എടുക്കുന്നത് പോലെ 2 ബോൾ എടുക്കുക. അങ്ങനെ കുറച്ച് ഒരു പിടി അളവിൽ നമ്മൾ എടുക്കുന്നുണ്ട്, കൈ അളവിൽ കേട്ടോ. എന്നിട്ട് നമ്മളിതിനൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. നമ്മൾ നോർമലായിട്ടുള്ള ചപ്പാത്തിയൊക്കെ എപ്പോഴും സാധാരണ ചപ്പാത്തി പരത്തി നമ്മൾ ജസ്റ്റ് ചുട്ടെടുക്കുന്ന രീതിയിൽ ഉണ്ടല്ലോ, അതൊന്നൊരു വ്യത്യാസമായിട്ടുള്ളൊരു ചപ്പാത്തിയാണ് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ തന്നെ ചപ്പാത്തി ഒന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ സാധിക്കും. കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലെയറായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു മാവിനെ നമ്മളിതുപോലെ ഒന്ന് നന്നായി തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇനി നമ്മളതായി പരത്തിയതിലേക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ആക്കി കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബട്ടറല്ല, നോർമലി ഓയിൽ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഒരു മടക്ക് ഇതുപോലെ മടക്കി പിന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ മടക്കിയിട്ട് ഓരോ മടക്കുമ്പോഴും നമ്മളിതുപോലെ എണ്ണയൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യമനുസരിച്ച് ഓരോന്ന് നമ്മൾ ജസ്റ്റ് പരത്തിയെടുത്താൽ മതി. ഇനിയിപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തിട്ട് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ സാധാരണ ചപ്പാത്തിയും പത്തിരിയൊക്കെ പരത്തുന്നതും എല്ലാം ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനാണെങ്കിൽ ഒരുപാട് കൈബലം കൊടുക്കാതെയൊക്കെ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ സാധിക്കും. നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് വല്ല പ്ലേറ്റിലൊക്കെ മാവിട്ടിട്ട് കുഴയ്ക്കണമെങ്കിൽ ആ ഒരു പ്ലേറ്റ് ഇളകിയിട്ടും നമുക്ക് ശരിക്കും കുഴച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ സാധിക്കും. പിന്നെ നമ്മളത് പരത്തി എടുത്തിട്ടുണ്ട്. അത് ഇതിനെ നമുക്ക്
ചൂടുള്ള ദോശക്കല്ലിലേക്ക് വെക്കാം. ആദ്യം ഇടുന്ന സമയത്ത് കുറച്ചൊന്ന് എണ്ണയാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറിച്ചിടുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് എണ്ണ തൂക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതും നമ്മളിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ മുഴുവനായി തന്നെ നമ്മളൊന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു വശം നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളത് ഇത്തിരി കട്ടിയുള്ളത് കാരണം നമ്മൾ ഫ്ലെയിം ഹൈയിൽ വെക്കരുത് കേട്ടോ. ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറമെല്ലാം ആവും, പക്ഷേ അതിനകം വെന്ത് കിട്ടില്ല. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ചുട്ടെടുക്കണം. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇവിടെ മടക്ക് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലായിട്ടുള്ള ഉണ്ടാക്കുന്ന ചപ്പാത്തിനേക്കാളും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ 2-3 ആയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ പൊറോട്ട തട്ടുന്ന പോലെ അതൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മൾ ഗോതമ്പ് പൊറോട്ടയൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് കണ്ടില്ലേ, അത് ലെയറായിട്ട് തന്നെ കിടക്കും. നമുക്ക് അതിനകത്ത് നമ്മൾ മടക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ലെയറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാനിടുമല്ലോ. മുട്ട പുഴുങ്ങാനിടുമ്പോൾ അധികം നമ്മൾ വിനാഗിരിയും ഉപ്പൊക്കെയാണ് ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് അത് അതിൻ്റെ തോട് പൊട്ടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സവോളയുടെയോ ചെറിയുള്ളിയുടെയോ തോല് നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കിട്ടുക. ആ വെള്ളം നല്ല കളറായിരിക്കും കേട്ടോ. ഇനി നമുക്ക് മുട്ടനെ അതിൻ്റെ തോട് പെട്ടെന്ന് ഇതാക്കി കിട്ടാനായിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് നമ്മൾ ഇളക്കി ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അതിൻ്റെ തോടെല്ലാം തന്നെ പൊട്ടി മൊത്തത്തിൽ തോടെല്ലാം പൊടിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് ഒന്നുകൂടെ സ്പീഡിൽ നമുക്ക് അതിൻ്റെ തോല് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരല്പം പോലും പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഉള്ളിയുടെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ഉള്ളി തോലിട്ടിട്ടുള്ള ആ ഒരു വെള്ളം അത് കളയരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ മുട്ടയുടെ തോടും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ റോസാ ചെടിൻ്റെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ റോസാപ്പൂ പൂക്കുന്ന റോസാപ്പൂവിന് നല്ല കളറായിരിക്കും. അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ചുവട്ടിലും നമ്മളിത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പിലൊക്കെ നല്ല തഴച്ച് വളരാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു ആപ്പിളും ഒരു നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആപ്പിളിൻ്റെ തോല് നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ തോല് കളഞ്ഞെടുത്തിട്ട് ഈ ഒരു ആപ്പിളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ ഒരു നേന്ത്രപ്പഴവും നമ്മൾ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ. നമുക്കിതിലേക്ക് ഈന്തപ്പഴം ഒരു 4 ഈന്തപ്പഴവും കൂടെ ഞാനിതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് എടുക്കാം, ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മളിതിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര, നമ്മൾ ഒരുപാട് വേണ്ട, അത് നമുക്ക് വേണ്ടാന്നുള്ളവർക്ക് ഈന്തപ്പഴത്തിൻ്റെ മധുരം മതി എന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതായത് 2 സ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് ഞാനൊരു 3-4 ടീസ്പൂണ് ഈ ഒരു ടീസ്പൂണിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലിന് പകരം നിങ്ങളുടെ കയ്യിൽ യോഗേട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യോഗേട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഹെൽത്തിയും. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ചിയാ സീഡോ ഫ്ലാക്സ് സീഡോ ഒക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് നമുക്കിത് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വിശപ്പെല്ലാം മാറുകയും ചെയ്യും. ഇപ്പോൾ നോൽമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ, ഇപ്പോൾ നോൽമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതുപോലൊന്ന് ആക്കിയിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തിന് നല്ലതാണ്. നമ്മൾ എണ്ണയിൽ പൊരിച്ചതും ഫ്രൈ ചെയ്തതൊക്കെ കഴിക്കുന്നതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങനെ നമ്മൾ ഗ്യാസ് അടുപ്പിലിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ ചുറ്റും നല്ല കരിഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നന്നായി അതിൻ്റെ ഉള്ളിൽ നല്ലോണം ചൂടാവുന്നത് വരെ, അതായത് ഈ ഒരു ചെറുനാരങ്ങ നല്ലപോലെ വെന്ത് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഗ്യാസ് അടുപ്പിൽ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ വീട്ടിൽ അടുപ്പുണ്ട് എങ്കിലും ഒരു വീഡിയോയ്ക്ക് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്യാസിൽ വെച്ചത്. അടുപ്പാണെന്നുണ്ടെങ്കിൽ തീക്കനൽ ചുട്ടെടുക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഉരുട്ടി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മളത് പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയണ്ടേ. ഒന്നുകൂടെ അങ്ങനെ ഉരുട്ടി കൊടുക്കുക, കാരണം അതിലുള്ള നീര് മുഴുവനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് വേവിക്കാത്ത, അതായത് ചുട്ടെടുക്കാത്ത ചെറുനാരങ്ങയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ നീര് പെട്ടെന്ന് ഫുള്ളായി തന്നെ കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നീര് മുഴുവനായി തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ കുരുമുളക് പൊടിയും അതുപോലെ ഒരു പിഞ്ചളവിൽ ഉപ്പും
ഉപ്പ് നിങ്ങൾ ഇന്ദുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ റോക്ക് സോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാവും ഇടുന്നത് ഏറ്റവും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഉണ്ടല്ലോ, കല്ലുപ്പ് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് കല്ലുപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് ചുമ വരുന്ന ചിലർക്ക് ചുമയൊക്കെ വന്നിട്ട് പനിയും ജലദോഷമൊക്കെ വന്നിട്ട് മാറാത്ത എത്ര വിട്ട് മാറാത്ത ചുമയുണ്ടെന്നുണ്ടെങ്കിലും ഇതൊന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായി നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കുറച്ച് കഴിച്ചാൽ മതിയാവും കേട്ടോ. ഒരു ദിവസം 3-4 വട്ടമൊക്കെ ആയിട്ട് നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുമ നല്ല പോലെ തന്നെ മാറാനായിട്ട് ഹെൽപ്പാക്കും. ചെറുനാരങ്ങ നമ്മൾ ചൂടാക്കി വേവിച്ച ചെറുനാരങ്ങയുടെ നീരായത് കാരണം നമുക്ക് ആ കുത്തിയുള്ള ചുമയൊക്കെ മാറും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇതൊന്ന് എടുത്തിട്ട് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളം നമുക്ക് 1/2 ഗ്ലാസ് ആണെങ്കിൽ 1/2 ഗ്ലാസ് എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കുടിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്കതുപോലെ വിട്ട് മാറാത്ത ചുമയുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.